ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കടലിൽ കുളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ വൈകിട്ട് വെറുതെ ചുമ്മാ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കടലിൽ പോയെന്ന് കുളിച്ചായിരുന്നു. അങ്ങനെ നേരെ കടലിലോട്ട് പോവാണ്. ഞാനുണ്ട്, മനിലുണ്ട്, കൂടാതെ നമ്മൾ അന്ന് വന്ന കുമാർ എന്ന് പറഞ്ഞ ആ ചേട്ടൻ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിയും പോയി പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ കടലിലോട്ട് പോവാം. ഗൈസ്, ഈ കാണുന്നതാണ് നെയ്ക്കറിന്ന് വരുന്നതിൽ സ്കൂൾ കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇങ്ങോട്ടൊന്നും വരാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നെയ്ക്കറിന്ന് ഐലൻഡിലെ സ്കൂള്. ഗൈസ്, ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് അതിമനോഹരമായിട്ടൊരു വീടുണ്ട് കേട്ടോ. വീട്ടിൽ ഫുള്ള് ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടൊരു വീടാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയും, ഈ ഐലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വീടെന്ന് തന്നെ പറയാം. നമ്മൾ ഈ കടലിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇവിടുത്തെ ശ്മശാനവും കാണുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ കടലിൽ കുളിക്കുന്ന സ്ഥലം എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം പറഞ്ഞ ചേട്ടനില്ല, ആ ചേട്ടനോട് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം, തിരിച്ചു വരാം. ഈ സൈക്കിളിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്, അതാണ് നിങ്ങൾ ഇടയ്ക്ക് ടക്ക ടക്ക സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഞങ്ങളെ നായകൻ റെഡി ആയിക്കുകയാണ് ഗൈസ്, കണ്ടില്ലേ? നായകൻ വാ. അത് അങ്ങ് അറ്റത്തൂടെ ഒരു ബോട്ട് പോകുന്നുണ്ട്. അതൊന്ന് സൂം ചെയ്ത് നോക്കാം, കാണാൻ പറ്റില്ല, കണ്ടില്ലേ? ഗൈസ്, ഇതാണ് ഇവിടുത്തെ വർക്ക്ഷോപ്പ് ഏരിയ. ഇവിടെ ബോട്ടുകളൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ടാണ് ശരിയാക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം കട്ടപ്പുറത്തിരിക്കുന്ന ബോട്ടുകളൊക്കെ കണ്ടില്ലേ? എനിക്ക് നീന്താനല്ല, മുത്ത് എറിഞ്ഞേട്ടാ കല്ലില്ല. ചെരുപ്പിട്ടിറങ്ങല്ലേ? കുമാരൻ എന്തോണോ പോണ? എന്തോ കാണുന്ന ഞണ്ട്? ഞണ്ടെന്തി എന്തി? ഇവിടെ ഇറങ്ങണ്ട. ഇവിടെ മീനുകളുണ്ട്, കൊച്ചു കൊച്ചു മീനുകളാണ്. എന്തിനും പരിഹാരമുണ്ട് ഇടല്ലേ? ആ, ഞങ്ങളിപ്പോൾ കടലിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ആഴമുള്ളൂ. ഇവിടുന്ന് നമ്മൾ കരയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കണേ, ഇത്ര ആഴവിടെ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഐലൻഡാണ് കേട്ടോ. ഇത് നെയ്ക്കറുന്തു എന്ന് പറഞ്ഞ ഞങ്ങൾ ഐലൻഡാണ്. ഈ ഐലൻഡിന് ചുറ്റും വേറെ ഐലൻഡുകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഒരു അൺഇൻഹാബിറ്റഡ് ഐലൻഡാണ്, ജനവാസമൊന്നുമില്ല അവിടെ, ഒരു ജസ്റ്റ് ഒരു ഐലൻഡ്. നാട്ടിൽ കടൽ കാണാതെ ഒരു പയ്യൻ ഇവിടെ വന്ന് കടലിൽ കുളിക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ. വെരി ഞങ്ങളിവിടെ ഒരു സാറുണ്ടായിരുന്നു, ആ സാറ് ഇറങ്ങിയിട്ടില്ല, സാറ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പൊ ഞങ്ങള് കടലിൽ ഇറങ്ങിയാണ്. അയ്യോ അപ്പൊ ഞങ്ങള് കടലിൽ ഇറങ്ങിയിരിക്കാണ് ഗൈസ്. കുമാരോ നീന്തി കാണിക്കേ. ഇതിലൊരു ഗുണം എന്താ പറയാ, ഞങ്ങൾക്ക് ആർക്കും നീന്തൽ അറിയത്തില്ല. പോയാ പോയി. നിങ്ങൾ നീന്തി കാണിക്കണ്ട. നിങ്ങൾ അറിയത്തില്ലെന്ന് ആദ്യം പറഞ്ഞല്ലോ. ഇല്ലടാ അങ്ങനെ എന്താ അറിയടാ ചേട്ടാ അതിന് കരയാണ്, കല്ലിത്തല്ലി ഇടിക്കും. നീന്തി പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. നരൻ, ഞാനൊരു നരൻ. ഓ ചെരുപ്പ് പോയി. ആ ഇങ്ങോട്ട് ഓടിവാ, ഇങ്ങോട്ട് നീന്തി വാ. മണ്ണിൽ മുങ്ങി കുളിക്കാൻ പോവുകയാണ്. ഓ മൈ ഗോഡ്. ഓ ഈ ഒരു സീൻ ഒരു അടാറായിട്ടാണ് കേട്ടോ നമ്മൾ. സൺസെറ്റ് ഉണ്ടോടാ? ഗൈസ് അപ്പോൾ ഞങ്ങളെ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കടലിൽ കുളിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഫ്രഷ് ആവാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഇവിടുത്തെ മാൽഡീവ്സിലെ തനതായ രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കാണാം. സൂപ്പർ വ്യൂ ആണെന്നാണ് മഞ്ഞ പറഞ്ഞത്. നല്ല ഓൾറെഡി അവിടെ പോയി കുളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഷവറൊക്കെ ഇല്ലേ, ഷവർ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അവർ. നാച്ചുറൽ വാട്ടർ. പുറത്തൊക്കെ അമ്മാവന്മാർ കുളിച്ച് കഴിഞ്ഞ് ദേഹത്ത് തോർത്തിട്ടിടുന്നതാണ്. അപ്പോൾ അമ്മാവന്മാർ ആദ്യം ദേഹത്ത് തോർത്തിടും, അതിനുശേഷം തലയെ കെട്ടും. അതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ലേ? അപ്പോൾ ഓക്കെ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.